ഏനാണ് നീ ഇവിടെ? നിങ്ങള് എന്റെ നീ എന്തിനാ കരയുന്നത്? കണ്ണും കൈയും കാണിച്ച് കാട്ടുപെണ്ണിനെ മയക്കുക. അടുക്കരുത്. അപ്പാ തോറ്റവൻ ചാകണം. കാട്ടിന്റെ ചട്ടമാണത്. ഞാൻ കാട്ടാളനല്ല. എനിക്ക് ആ ചട്ടവുമില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നവനാണ് ഞാൻ. ചൊങ്ക, നീ ശക്തനാണ്, ധീരനാണ്. എന്നോട് ക്ഷമിക്കൂ. മൂപ്പ, തത്തച്ചയ്ക്ക് ചേർന്ന പുരുഷൻ വിന്നൻ. സമ്മതമാ? തത്തച്ചയ്ക്ക് മാലയിടാൻ നിനക്ക് ചമ്മതമാ? മൂപ്പൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ജീവിക്കുന്നതിന് അതിനു വേണ്ടിയാണ്. ഞാൻ തിരിച്ചു വരും ഒരിക്കൽ. അന്ന് തത്തച്ചി എന്റെ ഭാര്യയായി തീരും. കാട്ടുപെണ്ണെ തൊട്ടാൽ കെട്ടിപ്പറിക്കണം. പിഴപ്പിച്ചിട്ട് കടന്നു കളയാമെന്ന് വിചാരിക്കുന്ന പറ്റൂല, പറ്റൂല, പറ്റൂല. ഞാൻ തിരിച്ചു വരും. നിങ്ങൾക്ക് ഈ ചോരയിൽ വിശ്വസിക്കാം. കരയണ്ട. ഓ വരും, വരാണ്ടിരിക്കില്ല. ചാമുണ്ണിയെ മൂപ്പം വിളിച്ച പോലെ ഞാൻ കിനാവ് കണ്ട്. നാളുകളേറെയായി. തത്തച്ചീന്റെ പുരുഷൻ ഇനിയും വന്നില്ല. ഒന്ന് പോയി തിരക്കാലോ? ഒരു ഊഹം എനിക്കുണ്ട്. ഞാൻ എവിടെ ഇരുന്നാലും കണ്ടുപിടിച്ചു കൊണ്ടുവരുവേ. വിഷമിക്കണ്ട. കല്യാണി, രാമു, ഓ വിളിച്ചാൽ ഒരെണ്ണത്തിനും കാണത്തില്ലല്ലേടി. രതിമോൾ ഇപ്പൊ വരും. നീ പോയി അവിടെ റൂമൊക്കെ ശരിയാക്ക്. ആ പിന്നെ
അവക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ശരിയാക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. അമ്മേ മോളെ, എന്റെ മോള് വല്ലാതെ ക്ഷീണിച്ചു പോയി. ഞാൻ എപ്പോ വന്നാലും അമ്മയ്ക്ക് ഇതേ പറയാനുള്ളൂ. ആ, മോടെ പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നീ പഠിക്കാനൊന്നും പോവണ്ട. ശേഖരൻകുട്ടി ഒറ്റയ്ക്കാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മോള് കൂടെ ഉണ്ടെങ്കിൽ അവനൊരു സഹായമായിരിക്കും. അതൊന്നും പറ്റില്ല, എനിക്കിനിയും പഠിക്കണം. വന്ന് കയറിയപ്പോഴേക്കും അമ്മയും മകളും വഴക്ക് തുടങ്ങി. ആ, രതിയുടെ പരീക്ഷയൊക്കെ എങ്ങനെയിരുന്നു? അതാലോചിച്ച് ആരും വിഷമിക്കണമെന്നില്ല. എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും. അല്ലെങ്കിൽ എന്റെ മോള് പഠിക്കാൻ മിടുക്കിയ. എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ, ഇവളെ കല്യാണം കഴിച്ച് കാണണം. ഈ അമ്മയ്ക്ക് ശേഖരൻകുട്ടി, എന്റെ മോള് ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെയാ. നീ അവളെ വിഷമിപ്പിക്കരുത് കേട്ടോ. ഇല്ലമ്മായി, രതിയുടെ സന്തോഷമായിരിക്കും. സോറി മിസ്റ്റർ ശേഖർ, നിങ്ങൾ എന്തിനാ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത്? ഞാൻ രതിയെ ഒന്ന് തനിയെ കണ്ട് സംസാരിക്കാൻ വന്നതാ. എനിക്ക് ഡ്രസ് ചെയ്യണം. നൗ ബെറ്റർ യു ഗോ ഔട്ട്. ഞാൻ പിന്നീട് വിളിക്കാം. വേണ്ട, പിന്നെ ഈ സൗകര്യം കിട്ടിയെന്ന് വരില്ല. രതി ഡ്രസ് ചെയ്യൂ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. Idiot. Come on. എന്താ പറയാനുള്ളത്? Marvelous. രതി ഈ ഡ്രസ്സിൽ അതിസുന്ദരിയാണ്. വന്ന കാര്യം പറയൂ. അമ്മയൊന്നും പറഞ്ഞില്ലേ? ഇല്ല. വിവാഹ കാര്യമാണ്. ഓ, കൺഗ്രാറ്റുലേഷൻസ്. എന്നാണ്? എവിടുന്നാണ്? ഓ സാരി, രതിയും ഞാനുമായിട്ടുള്ള വിവാഹ കാര്യമാണ്. നിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അമ്മക്കിത് ഇഷ്ടമാണ്, രതിക്കും. വെയിറ്റ്, എന്റെ ഇഷ്ടം ഇപ്പോൾ നിങ്ങൾ അറിയണ്ട. എന്തായാലും വിവാഹത്തെ പറ്റി എനിക്കുള്ള അഭിപ്രായം നാളെ എന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പറയും. വെരി ഗുഡ്. മതി, അത് മതി. രതിയുടെ അടുത്ത ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ബംഗ്ലാവിൽ വെച്ചായിരിക്കും. ആയിക്കൂടുന്നില്ല. നിങ്ങൾ താമസിക്കുന്ന ബംഗ്ലാവും എന്റേതാണല്ലോ. ഹാപ്പി റിട്ടേൺ. താങ്ക് യു. രതി, നെക്സ്റ്റ് ഐറ്റം എന്റർടൈൻമെന്റ്. വരട്ടെ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇനി എത്തിയിട്ടില്ല. വരട്ടെ, അതുവരെ ഇങ്ങനെ മറ്റുള്ളവരെല്ലാരും കാത്തിരുന്ന് ബോറടിക്കണോ? കമോൺ കമോൺ.